ഗോകുമാർ സർ, വികസിത കേരളം വെറും മുദ്രാവാക്യമല്ല, ബി ജെ പിയുടെ ലക്ഷ്യമാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. വീടുകൾ തോറും കയറിയിറങ്ങി വികസന സന്ദേശമെത്തിക്കും. ബി ജെ പി ഓഫീസുകൾ ഇനി മുതൽ ഹെൽപ്പ് ഡെസ്കുകളായിട്ടാവും പ്രവർത്തിക്കുക. കേരളം പ്രതീക്ഷിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ ബി ജെ പിക്കും എൻ ഡി എക്കുമേ സാധിക്കൂ. 30 സംഘടനാ ജില്ലകൾ, 600-ൽ പരം ജില്ലാ ഭാരവാഹികൾ, 1/3 വനിതാ പ്രാതിനിധ്യം, 225-ലധികം OBC നേതാക്കൾ, 75+ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ, 50+ ക്രൈസ്തവ പ്രാതിനിധ്യം, 70% യുവാക്കൾ. എല്ലാവർക്കുമൊപ്പം, എല്ലാവർക്കും വേണ്ടി ടീം വികസിത കേരളം സുസജ്ജം. ഇതാണ് പുതിയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ലക്ഷ്യത്തിലെത്താൻ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പാർട്ടി മിഷനറി ഉടച്ചു വാർത്തതിൽ കൂടി വലിയ പുരോഗതി ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം പുതിയ നേതൃത്വം വരുമ്പോൾ അതനുസരിച്ച് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ, അത് ജില്ലാ ഘടകങ്ങളാണെങ്കിലും മണ്ഡലങ്ങളിലായാലും താഴെ ഗ്രാസ് റൂട്ട് ബൂത്ത് വരെയുള്ള മേഖലകളിലെ കണക്കുകളാണ് താങ്കളോട് ചൂണ്ടിക്കാണിച്ചത്. അത് നല്ലത് തന്നെ. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരാൻ ഏറ്റവും പ്രധാനം അതിൻ്റെ മെഷീനറി ശക്തമാവുക, സംഘടനാ മികവ് വേണം എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ അധികാരത്തിൽ വരാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി, അതോടൊപ്പമുള്ള മുന്നണി എന്നുള്ള നിലയിൽ എൻ ഡി എ. ഇപ്പോൾ കേരളത്തിൽ പരമ്പരാഗതമായ 2 ശക്തമായ മുന്നണികളുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ബൈപോളർ മുന്നണി രാഷ്ട്രീയത്തിനിടയിൽ മൂന്നാമതൊരു മുന്നണി കടന്നു വന്ന് ജനഹൃദയങ്ങളിൽ എത്തണമെങ്കിൽ പാർട്ടിയുടെ മെഷീനറി വളരുന്നതിനോടൊപ്പം തന്നെ ബി ജെ പി കേരളത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വേണം. എന്ന് പറഞ്ഞാൽ നാളത്തെ കേരളം എന്താണെന്ന് പറയുമ്പോൾ അത് രാജ്യം വികസിക്കുന്നതോടൊപ്പം കേരളത്തിലും വികസനം വേണം. കേരളത്തിലെ വികസനം എന്ന് പറയുമ്പോൾ മാനുഷിക വിഭവശേഷിയിലുള്ള വികസനം പണ്ടേ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നില്ല, സാമൂഹിക പ്രശ്നങ്ങൾ കുറയുന്നില്ല, സമീപകാലത്തായിട്ട് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിപത്തുകൾ വളരെയധികം വർദ്ധിക്കുന്നു, അക്രമം വർദ്ധിക്കുന്നു. അങ്ങനെ തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. വിദ്യാഭ്യാസ രംഗം നമുക്കറിയാം, അത് എത്രത്തോളം കുഴപ്പം പിടിച്ചതാണെന്നും ക്യാമ്പസുകളിലെ അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, തൊഴിലന്വേഷിച്ച് ചെറുപ്പക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത്രത്തോളം പോകുന്ന ആനുപാതികമായ മറ്റൊരു സംസ്ഥാനമില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ഇതിനൊരു മാറ്റം ഉണ്ടാക്കുന്നത്? അടിസ്ഥാന വർഗം, പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ്, സാമൂഹ്യക്ഷേമ നിധിയിൽ അതിൽ നിന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന പാവപ്പെട്ട ആൾക്കാർ. ഇപ്പോൾ ചുരുക്കത്തിൽ പുരോഗതി എന്ന് പറയുമ്പോൾ അടിത്തട്ടിലെ സാമൂഹ്യക്ഷേമവും മിഡിൽ ക്ലാസ്സിനെ ഉയർത്താനുള്ള മറ്റ് സാമ്പത്തിക പദ്ധതികളും, ഏറ്റവും പ്രധാനം കേരളത്തിലെ യുവാക്കൾക്ക് ഇവിടെ തൊഴിലനുസൃതമായ സാഹചര്യം സൃഷ്ടിക്കുകയും നമുക്ക് നഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ ആ കുറവ് നികത്തി, ഇല്ലെങ്കിൽ നാളെ ഒരു 20-30 വർഷം കഴിയുമ്പോൾ കേരളത്തിൻ്റെ ശരാശരി വയസ്സ് 40-45 വയസ്സായി മാറും. ഇപ്പോഴേ തന്നെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രായമുള്ളൊരു സമൂഹമായി മാറുകയാണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി തീരെ കുറയും. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം കൊണ്ട് ഇവിടെ കഴിയാൻ പറ്റില്ല. ഇവിടെ നിൽക്കാൻ തന്നെ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ബംഗാളികളെയും മറ്റും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്ന രീതിയിൽ അധ്വാനത്തിന് ആളില്ലാതെ വരുന്ന സാഹചര്യം മാറി കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ വിശ്വാസം വരുന്ന രീതിയിലുള്ള മാനിഫെസ്റ്റോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കേരളത്തിന് മുന്നോട്ട് പോകാൻ. അപ്പോൾ കേരളത്തിൻ്റെ ബി ജെ പിയുടെ കാഴ്ചപ്പാട് എന്താണ്? എൻ ഡി എയുടെ കാഴ്ചപ്പാട് എന്താണ്? എങ്ങനെയാണ് കേരളം നാളെ വികസിക്കുന്നത്? അത് മറ്റ് 2 മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് നിലപാട് കൊണ്ടുവരുന്നു? അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും? വാസ്തവത്തിൽ ഒരു വർഷത്തിന് കഷ്ടിച്ചൊരു വർഷമേ ഉള്ളൂ ഇനി ഒരു തിരഞ്ഞെടുപ്പിന്, കേവലം മാസങ്ങളേ ഉള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇമ്പ്രസീവായിട്ടുള്ളൊരു സ്കോർ കൊണ്ടുവരണമെങ്കിൽ, അതോടൊപ്പം ഭരണത്തിലേക്കുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ മാനിഫെസ്റ്റോ എന്നും നയപരിപാടികൾ എങ്ങനെ കൊണ്ടുവരുന്നെന്നും പോളിസിയുടെ ആൾട്ടർനേറ്റീവ്സ് മറ്റ് 2 മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് പോളിസിയാണ് കൊണ്ടുവരുന്നത്, ആ പോളിസിക്ക് ഓരോന്നിനും വ്യക്തമായ നയങ്ങൾ വേണം.
ആ നയങ്ങളാണ് ജനങ്ങൾ BJP-യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം സോഷ്യൽ എഞ്ചിനീയറിങ്ങും സംഘടനാ മികവും ഒക്കെ നടക്കട്ടെ, അത് മറ്റ് കാര്യങ്ങളാണ്. പക്ഷേ ലക്ഷ്യം എന്താണ്, ഗോൾസ് എന്താണ്, പോളിസീസ് എന്താണ്, അതാണ് ജനങ്ങൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ബാക്കി രണ്ട് കാര്യങ്ങളും പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നാളൊരു കാലത്ത് BJP എന്തെങ്കിലും അധികാരത്തിൽ വന്നാൽ എന്താണ് BJP കേരളത്തിനെ മാറ്റി 2047 ഇന്ത്യ ഏറ്റവും വലിയൊരു വികസിത രാജ്യമായി മാറുമ്പോൾ കേരളം അതിനോടൊപ്പം സാമ്പത്തികമായി വികസിക്കുമോ, സാമൂഹികമായി ശക്തി ആർജിക്കുമോ? ഇത്തരം ചോദ്യങ്ങളാണ് BJP-യുടെ മുമ്പിലുള്ളത്. ചുരുക്കത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഗവേഷണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെക്കുറിച്ച് ഒട്ടനവധി വേദികളിൽ സംവാദം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത്തരം സംവാദത്തിൽ കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ.